ഉയിരിലലിയാൻ. രചന സംഭാഷണം രുദ്രപ്രിയ. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് കിടന്നതാണ് പത്മം. ഇടയ്ക്ക് വല്ലാത്ത ദാഹം തോന്നി ഉണർന്നു. കൈയെത്തിച്ച് വെള്ളത്തിൻ്റെ ജാറെടുക്കുമ്പോഴേക്കും തളർച്ചയോടെ അവർ നിലത്തേക്ക് ഊർന്നു വീണു. കൺമണിക്ക് രാത്രി ഉറക്കം വന്നില്ല. എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. വെള്ളം വച്ച ജാറിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തു. ദാഹം മാറാതെ ജാറുമായി താഴേക്കിറങ്ങി വന്നു. അപ്പോഴാണ് അമ്മയുടെ മുറിയിൽ നിന്നും ഒച്ച കേൾക്കുന്നത്. വേഗം അവൾ അകത്തേക്ക് കയറി. അമ്മേ, അമ്മേ! നിലത്ത് വീണ് കിടക്കുന്ന പത്മത്തെ മടിയിൽ കയറ്റി കിടത്തി. അവരുടെ കൂടിപ്പോയ കവിളിൽ കൈവച്ചു. അച്ഛാ, അച്ഛാ! നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു കൺമണി. കണ്ണാ, മോളെ, കണ്ണാ! ശേഖരൻ നിലവിളിയോടെ മുകളിലെ മുറിയിലേക്ക് കയറാൻ പോയി. അപ്പോഴാണ് നിലവിളി താഴെ നിന്നാണെന്ന് മനസ്സിലായത്. അച്ഛാ! ശേഖരൻ മുറിയിൽ ചെല്ലുമ്പോൾ പത്മത്തെ ചേർത്ത് പിടിച്ച് കരയുകയാണ് കൺമണി. ഈശ്വര, ചതിച്ചോ? മോളെ, രാജീവനെ വിളിച്ച് വേഗം വരാൻ പറ. രാഗിണിയെ വിളിച്ച് ശേഖരനും രാഗിണിയും ചേർന്ന് പത്മത്തെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി. ഫോൺ ബെല്ല് കേട്ട് രാജീവൻ വേഗം ഉണർന്നു. നോക്കുമ്പോഴുണ്ട് കൺമണിയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ആർക്കോ സുഖമില്ലെന്ന്. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വച്ചതേ കൺമണിയുടെ ആർത്തലച്ചുള്ള നിലവിളിയാണ് കേട്ടത്. കണ്ണാ, എന്തിനാ കരയുന്നേ? രാജീവേട്ടാ, അമ്മയ്ക്ക് സുഖമില്ല, പെട്ടെന്ന് വായോ, വേഗം വരണേ. ഇങ്ങനെ കരയില്ലേ കണ്ണാ, ഞാനിതാ എത്തി. രാജീവൻ വേഗം എഴുന്നേറ്റ് ടീഷർട്ട് എടുത്തിട്ടു. വാലറ്റും മൊബൈലുമായി പുറത്തേക്ക് ഇറങ്ങി ബൈക്കിൽ നേരെ കുന്നത്തേക്ക് തിരിച്ചു. ഗേറ്റ് കടക്കുമ്പോൾ തന്നെ കണ്ടു എല്ലാവരും കൂടി ചേർന്ന് പത്മത്തെ എടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് വരുന്നു. രാജീവൻ വേഗം കീ വാങ്ങി ഡോർ തുറന്ന് അമ്മയെ അകത്തേക്ക് കിടത്തി. രാഗിണി തയ്യാറാക്കി വെച്ചിരുന്ന ബാഗും മറ്റും കൺമണിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മാവനും കൺമണിയും കയറിയതിൻ്റെ പിന്നാലെ രാജീവൻ വണ്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ കൺമണി അമ്മയെ ചേർത്ത് പിടിച്ച് ഒരേ കരച്ചിലാണ്. ഹോസ്പിറ്റലിലെത്തിയ ഉടനെ അമ്മയെ രാജീവൻ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി. കൺമണിയും അച്ഛനും പിന്നാലെ ചെന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ച് നേരെ ICUവിലേക്ക് കയറ്റി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടും അകത്തു നിന്നും ആരും പുറത്തേക്ക് വന്നില്ല. ഒടുവിൽ പത്മത്തെ നോക്കുന്ന ഡോക്ടർ എത്തി. കാഷ്വാലിറ്റിയുടെ പുറത്തിരിക്കുന്ന ശേഖരനെയും കൺമണിയെയും നോക്കി അയാൾ അകത്തേക്ക് പോയി. വിശദമായ പരിശോധനകളെല്ലാം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. അമ്മയ്ക്ക് സ്ട്രോക്കായിരുന്നു. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. എങ്കിലും അമ്മയുടെ വലത് കൈ തളർന്നു പോയി. 2-3 ദിവസം ICUവിൽ കിടക്കേണ്ടി വരും. മാത്രമല്ല, മുഖത്തിൻ്റെ വലതു ഭാഗം കോടിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ മാറ്റമുണ്ട്. 3-4 ദിവസത്തിനകം ഓക്കെയാകും. കൺമണി കരച്ചിലൊതുക്കി അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. ശേഖരൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. രാജീവ, കാശിയെ വിളിച്ചറിയിക്ക്. അവൻ ഇവിടെ വേണം. എനിക്കിനി ഒന്നും വയ്യടോ. വലതു കൈകൊണ്ട് കൺമണിയെ ചേർത്ത് പിടിച്ച് ഇടത് കൈയാൽ നെഞ്ച് തടവിക്കൊണ്ട് ശേഖരൻ രാജീവനോട് പറഞ്ഞു. ശേഖരേട്ടൻ കൂടി ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് അസുഖം വരുത്തി വെക്കരുത്. അമ്മ ഇപ്പോൾ അപകടനില തരണം ചെയ്തെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഞാൻ കാശിയെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് റൂം ഏർപ്പാടാക്കിയിട്ട് നീ പൊയ്ക്കോ. അവിടെ നീ ആളിൻ്റെ ആവശ്യമില്ല. എനിക്കൊന്ന് കിടക്കണം. രാജീവൻ റൂം റെഡിയാക്കി ശേഖരേട്ടനെയും കൺമണിയെയും റൂമിലാക്കി. ഏകദേശം 3 മണിയോടുകൂടി കാശിക്ക് രാജീവൻ്റെ ഫോണെത്തി. ഉറക്കത്തിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ കാശി. രാജീവൻ്റെ ശബ്ദം കാശി വേഗം തിരിച്ചറിഞ്ഞു. ഡാ, എന്താ കാര്യം? കാശി, അമ്മയ്ക്ക് സുഖമില്ല. നീ എത്രയും പെട്ടെന്ന് വരണം. ICUവിലാണ്. അപകടനില തരണം ചെയ്തു. എങ്കിലും ശേഖരേട്ടനും കണ്ണനും ആകെ തകർന്ന മട്ടാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് നീ വരുന്നതായിരിക്കും ബെറ്റർ. ഭയപ്പെടാനൊന്നുമില്ല. എന്നാലും നീ ഡ്രൈവ് ചെയ്യേണ്ട. ഫ്ലൈറ്റ് എടുത്തോ, അത് മതി. ശരി, ഞാൻ വരുന്നത് വരെ നീ അവിടെ കാണില്ലേ രാജീവ? കാശിയുടെ ഒച്ചയിടറി. അമ്മ ICUവിലാണ്. അവിടെ ഇപ്പോൾ ആരെയും ആവശ്യമില്ല. ശേഖരേട്ടനെയും കൺമണിയെയും കൂടി റൂം എടുത്ത് അവിടെ ആക്കിയിട്ടുണ്ട്. നീ പേടിക്കണ്ട. നീ വന്നിട്ടേ ഞാൻ പോകൂ. പിന്നെ കാശിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. വിശ്വത്തെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഡാ, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. വിശ്വത്തിന് കാശിയെ തനിച്ചയക്കാൻ മടിയുണ്ടായിരുന്നു. വേണ്ടടാ, ഇവിടെ നിന്നിപ്പോൾ ഞാനും നീയും മാറി നിന്നാൽ ശരിയാവില്ല. നീ ഇവിടെ വേണം. ഞാൻ പോയിട്ട് വിശദമായി വിവരം നിന്നെ വിളിച്ച് പറയാം. എന്നാൽ ഒരു കാര്യം ചെയ്യ്, വേഗം ഫ്രഷായി ഇറങ്ങ്. ഞാൻ നിന്നെ എയർപോർട്ടിൽ അയക്കാം. വെളുപ്പിന് 6 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് കാശി തിരിച്ചത്. രാവിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ICUവിൽ കയറി പത്മത്തെ കാണാമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കൺമണിയാണ് അമ്മയെ കാണാൻ കയറിയത്. അമ്മയെ കണ്ടപ്പോൾ തന്നെ കൺമണിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ പത്മത്തിൻ്റെ അടുത്തിരുന്ന് തളർന്നു പോയ കൈപിടിച്ചു. അതിൽ ചുണ്ട് ചേർത്തു. അവളുടെ കണ്ണുനീർ വീണപ്പോൾ പത്മം അടഞ്ഞു വീർത്ത കൺപോള വലിച്ചു തുറന്നു.
കരയരുതെന്ന് പത്മം അവളെ കണ്ണ് കാണിച്ചു. അമ്മ കണ്ണനെ ഒറ്റയ്ക്കാക്കല്ലേ, എനിക്ക് അമ്മ വേണം, വേഗം സുഖമായി വരണേ, ഞാൻ പുറത്തുണ്ടാകും. ഐസുവിൻ്റെ വാതിൽക്കലേക്ക് കണ്ണ് പായിച്ചപ്പോൾ മനസ്സിലായി, കാശിയേട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ട്, വേഗം വരും കേട്ടോ, പേടിക്കണ്ട. ഞാനും അച്ഛനും രാജീവേട്ടനും പുറത്തുണ്ട്. പത്മത്തിൻ്റെ നെറ്റിയിൽ കുനിഞ്ഞൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് കൺമണി ഐസുവിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്തായി മോളെ? പത്മ ഉണർന്നു. ഞാൻ സംസാരിച്ചു അച്ഛാ, കാശിയേട്ടനെ കാണണമെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു വിവരം അറിയിച്ചിട്ടുണ്ടെന്ന്. മോള് റൂമിൽ പോയി കുളിച്ച് ഈ വേഷമൊക്കെ മാറി വായോ. രാജീവൻ ക്യാൻറ്റീനിൽ നിന്നും ചായ വാങ്ങി വെച്ചിട്ടുണ്ട്. കൺമണി പിന്നെയും അവിടെ തന്നെ നിന്നു. പോയി വാ കണ്ണ, അച്ഛൻ ഇവിടെ ഇരിക്കുന്നില്ലേ? കൺമണി റൂമിൽ ചെന്ന് കുളിച്ചു വേഷം മാറി. അപ്പോഴേക്കും അച്ഛനും രാജീവനും വന്നു. രാജീവൻ 2 പേർക്കും ചായ പകർന്നു കൊടുത്തു. 3 പേരും ചായയും കുടിച്ചിരിക്കുമ്പോൾ രാജീവന് ഫോൺ വന്നു. നീ എത്തിയോ? ഞാനിതാ വരുന്നു, അവിടെ നിൽക്ക്. രാജീവൻ ധൃതിയിൽ പുറത്തേക്ക് പോയി. ഒരു നഴ്സ് വന്നു. MRI സ്കാൻ ചെയ്യണം, അതിന് പേഷ്യൻറ്റിനെ കൊണ്ടുപോകാം. സമയമാകുമ്പോൾ ഐസുവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. നഴ്സ് പോയിക്കഴിഞ്ഞതും രാജീവനും കാശിയും കടന്നു വന്നു. കുട്ടാ മോനെ. കാശിയെ കണ്ടപാടെ അമ്മാവൻ അവൻ്റെ നെഞ്ചിൽ ചാരി. ശരീരം കുലുങ്ങി വിറകൊള്ളുന്നുണ്ട്. അമ്മാവൻ കരയുകയായിരുന്നു. വയ്യ കുഞ്ഞേ, മനസ്സും ശരീരവും മടുത്തു. ഇനി ഒന്നും താങ്ങാൻ ഈ വൃദ്ധനെ കൊണ്ട് ആകില്ല. കൺമണിക്കും കരച്ചിൽ വന്നു. കാശി 2 പേരെയും ചേർത്ത് പിടിച്ചു. അവൻ്റെ ഉള്ളവും വേദനിച്ചു അമ്മയുടെ അവസ്ഥയോർത്ത്. മോനെ, അമ്മയെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം, ICUവിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോവാം അമ്മാമ്മേ. ഞാൻ നിൽക്കണോ? എങ്കിൽ ലീവ് വിളിച്ചു പറയാം, രാജീവൻ പറഞ്ഞു. വേണ്ടടാ, ഞാനുണ്ടല്ലോ, ഇന്നലെ വന്നതല്ലേ, നീ പൊയ്ക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അമ്മാവനും കൂടെ രാജീവൻ്റെ ഒപ്പം പൊയ്ക്കോ. വല്ലാത്ത ക്ഷീണമുണ്ട്, ഇവിടെ ഞാനും കണ്ണനും ഉണ്ടല്ലോ. പോയി അല്പം വിശ്രമിച്ചിട്ട് വൈകുന്നേരം വന്നാൽ മതി. കാശി പറയുമ്പോൾ രാജീവനും അത് ശരിവെച്ചു. അച്ഛൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, വൈകുന്നേരം വന്നാൽ മതി. ഇവിടെ ഞാനും കാശിയേട്ടനും ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അച്ഛനും കൂടി വയ്യാതായാൽ കൺമണിക്ക് ആരും ഇല്ലാതാവില്ലേ? കണ്ണാ, ശേഖരൻ്റെ ഒച്ച ഇടറി. എനിക്ക് നിങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ അച്ഛേ. ഇതാണിപ്പോൾ കൺമണിയുടെ ലോകം. എനിക്ക് 3 പേരും എപ്പോഴും എൻ്റെ കൂടെ വേണം. എന്നെ തോൽപ്പിക്കല്ലേ അച്ഛേ. ഇല്ലടാ, അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് വരാം. മോള് സങ്കടപ്പെടല്ലേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കരയല്ലേ. ഇങ്ങനെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് ആശ്വസിപ്പിച്ചു. അത് കണ്ടപ്പോൾ കാശിക്കും രാജീവനും സങ്കടമായി. രാജീവൻ്റെ കൂടെ അമ്മാവിനെ പറഞ്ഞു വിട്ട ശേഷം കാശി നഴ്സിംഗ് റൂമിൽ പോയി. അരമണിക്കൂർ കൂടി കഴിഞ്ഞ് ആംബുലൻസ് വന്ന ശേഷം സ്കാനിങ്ങിന് കൊണ്ടുപോകാമെന്ന് ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞു. കാശി റൂമിൽ വന്ന് ഫ്രഷാകാൻ കയറി തിരിച്ചിറങ്ങുമ്പോൾ കൺമണി ഫ്ലാസ്കിൽ നിന്നും കാപ്പി പകർന്നു വെച്ചു. നനഞ്ഞ ടവൽ കുടഞ്ഞ് സ്റ്റാൻഡിലിട്ട് കാശി ബെഡിൽ വന്നിരുന്നു. ഒരുപാട് കരഞ്ഞത് കൊണ്ട് തന്നെ പെണ്ണിൻ്റെ കണ്ണും മുഖവും വീർത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള കരച്ചിലാണ്. കണ്ണാ, ഇങ്ങനെ കരയല്ലേ. കാശി കൺമണിയെ ചേർത്ത് പിടിച്ചു. അവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചിരുത്തി. കാശിയേട്ടാ, എനിക്ക് പേടിയാവുന്നു. അമ്മയ്ക്ക് ഒന്നുമില്ലടാ, അമ്മ ഓക്കെ ആവും. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വിട്ട് പോവുകയാണ്. എനിക്ക് പേടിയാണ് കാശിയേട്ടാ. ഇല്ല കണ്ണാ, ഒരായുസിൽ വേദനിക്കാനുള്ളത് എൻ്റെ കണ്ണം വേദനിച്ചില്ലേ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല, കരയല്ലേ, ഞാനല്ലേ പറയുന്നത്. അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണ് തുടച്ചു കൊടുത്തു. ചുവന്നു തടിച്ച കവിളിൽ ചുണ്ട് ചേർത്തു. പെണ്ണവനെ ചേർത്ത് പിടിച്ചു. കാശിയുടെ മുഖം മുഴുവനും ചുംബിച്ചു. എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് പേടിയാണ്. ഇല്ലടാ, ഞാൻ പോവില്ല, ഇങ്ങനെ കരയാതെ. എത്ര ആശ്വസിപ്പിച്ചിട്ടും കൺമണി ഓക്കെ ആകുന്നില്ല. ഒടുവിൽ ഒരുവിധം സമാധാനിപ്പിച്ച് അവളെ ബെഡിൽ കിടത്തി അടുത്ത് ചേർന്ന് കിടന്നു. തലേ ദിവസത്തെ പേടിയും ഭയവും കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൺമണി. അതുകൊണ്ട് തന്നെ കാശിയുടെ സാന്നിധ്യത്തിൽ അവൾ വേഗം ഉറങ്ങിപ്പോയി. പെണ്ണിൻ്റെ ശ്വാസം താളത്തിലായപ്പോൾ കാശി അവളെ അല്പം അടർത്തി മാറ്റി എഴുന്നേറ്റു. പുറത്തേക്കിറങ്ങി നഴ്സിംഗ് റൂമിലേക്ക് പോയി. അമ്മയെ സ്കാനിങ്ങിന് കൊണ്ടുപോകാനുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ തൽക്കാലം ഇന്ന് വേണ്ട, നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം സ്കാനിങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. റൂം പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് ഡോക്ടറോട് അനുവാദം വാങ്ങിക്കൊണ്ട് ICUവിൽ കയറി അമ്മയെ കണ്ടു. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നത് കൊണ്ട് ഉണർത്തേണ്ട എന്ന് പറഞ്ഞു. അല്പനേരം അമ്മയുടെ അടുത്തിരുന്ന ശേഷം റൂമിൽ തിരികെ വന്നു. കൺമണി അപ്പോഴും ഉറക്കമായിരുന്നു. കാശിക്കും യാത്രാക്ഷീണമുള്ളതുകൊണ്ട് അവനും അവൾക്കൊപ്പം കയറി കിടന്നു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.
വേൾഡ് ഓഫ് രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.